കെ.ടി. ബ്രാഹ്മണിക്കൽ ഹൈന്ദവതയുടെ ദൈവശാസ്ത്രത്തെ പ്രതിഷ്ഠിക്കുന്ന നാളത്തെ ചടങ്ങിനെ മതേതര നാട് എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഒരു മതേതര സമൂഹത്തിനും ഒരു മതേതര രാഷ്ട്രത്തിനും ഒരിക്കലും അഭികാമ്യമോ പൊറുപ്പിക്കാവുന്നതുമായ സംഭവങ്ങളല്ല ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മതം ഒരു മതനിരപേക്ഷ കൺസെപ്റ്റ് അനുസരിച്ച് വ്യക്തികളുടെ സ്വകാര്യ വിഷയമാണ്. വ്യക്തികൾക്ക് മതമാകാം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, തങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ മാറ്റമുണ്ടാവണമെങ്കിൽ ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാം, തങ്ങൾ വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാം, ആ മതത്തിന്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ഇതിനെല്ലാമുള്ള അവകാശങ്ങൾ നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. എന്നാൽ രാഷ്ട്രത്തിന് മതം പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയിൽ അന്തർലീനമായിരിക്കുന്ന അടിസ്ഥാന നിലപാട് എന്ന് പറയുന്നത്. ഇതിനെ മറികടന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് 2014 അധികാരത്തിൽ വന്ന മോഡി സർക്കാർ മതത്തെയും വിശ്വാസത്തെയും ഒക്കെ രാഷ്ട്രീയമാക്കുക മാത്രമല്ല, അത് ഭരണകൂടത്തിന്റെ സ്റ്റേറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് മതപരമായ കാര്യങ്ങൾ മാറുകയാണ്. ആ അർത്ഥത്തിലാണ് 464 വർഷക്കാലം അയോധ്യയിലെയും ചുറ്റുപാടുമുള്ള മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു പോകുന്ന ഒരു പള്ളി, അത് 1992 ഡിസംബർ 6 പൊളിച്ചു. ആ പൊളിച്ച പള്ളി നിൽക്കുന്ന സ്ഥലത്ത് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ലോകത്തിന് നൽകിയ ഉറപ്പാണ്. ഇന്ത്യക്ക് മാത്രമല്ല, അദ്ദേഹം അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ആദ്യമായി ഈ പള്ളി പൊളിച്ചതിന് ശേഷം പ്രതിവചിച്ചത് എന്താണ്? പള്ളി തകർത്ത സ്ഥലത്ത് തന്നെ പള്ളി പണിത് കൊടുക്കുമല്ല. ഇപ്പൊ എന്താണ്? 1992 ശേഷം ഈ 2024 എത്തി നിൽക്കുമ്പോൾ ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥാനത്ത് രാമക്ഷേത്രം ഉയരുകയാണ്. അതൊരു ക്ഷേത്രത്തിന്റെ പ്രശ്നം മാത്രമല്ല. RSSന്റെ രാമൻ, ഇവിടെ ഇൻട്രോയില് പറഞ്ഞതുപോലെ എന്താണ് RSSന്റെ രാമൻ വാൽമീകിയുടെ രാമനല്ല. ഇന്ത്യയിൽ അനവധിയായ രാമകഥകളിലൂടെ ഇന്ത്യൻ ജനസമൂഹത്തിന്റെ സാമൂഹ്യാശയങ്ങളിലും ചരിത്ര ഭാവനകളിലും ഒക്കെ നിലനിൽക്കുന്ന ഒരു രാമനുമുണ്ട്. അതാണ് ഗാന്ധിയുടെ രാമൻ. ആ രാമനല്ല RSSന്റെ രാമൻ. RSSന്റെ രാമൻ എന്ന് പറയുന്നത് ക്ഷാത്രവീര്യം, ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും ഒക്കെ തന്നെ വീര്യം ഉൾച്ചേർന്ന ചിത്ഭവൻ ബ്രാഹ്മണ്യത്തിന്റെ അക്രമോത്സുകത പരിധാനം ചെയ്യുന്ന ഒരു രാമനാണ് RSSന്റെ രാമൻ. ആ രാമൻ അപരമത വിശ്വാസികളുടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ആരാധനാലയത്തെ തർക്ക വിഷയമാക്കി പൊളിച്ചു മാറ്റിയതിനു ശേഷം അവിടെ ക്ഷേത്രം പണിയുകയാണ്. ആ ക്ഷേത്രം പണിക്ക് ഒരു സ്റ്റേറ്റ് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള, അങ്ങേയറ്റം രോഷജനകമായിട്ടുള്ള ഒരു സംഭവം ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും പ്രതികരണം ഉണ്ടാവേണ്ട ഒന്നാണിത്. പക്ഷെ എന്താണ്, കഴിഞ്ഞ കുറെ കാലമായിട്ട് എന്താണ് ഈ വലിയ രീതിയിലുള്ള കോർപ്പറേറ്റ് മാധ്യമങ്ങൾ RSSന്റെ പ്രചാരവേലയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു സമ്മതി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ അനന്തരഫലം എന്ന നിലക്കാണ് രാജ്യത്ത് ഉണ്ടാവുന്നത് രാമക്ഷേത്രം മാത്രമല്ല എന്നാണ് പറയുന്നത്, ഈ രാഷ്ട്രത്തിന്റെ ഒരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. മിസ്റ്റർ യോഗി ആദിത്യനാഥ് ശ്രീകോവിൽ തറക്കല്ലിട്ടുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇത് രാമക്ഷേത്രം മാത്രമല്ല, ഇത് രാഷ്ട്രക്ഷേത്രമാണ്. രാഷ്ട്രത്തിന് ക്ഷേത്രമുണ്ടോ? രാഷ്ട്രത്തിന് പള്ളിയുണ്ടോ? രാഷ്ട്രത്തിന് ചർച്ചുണ്ടോ? ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമല്ലേ? നെഹ്റുവിന്റെയും അംബേദ്കറുടെയും ഒക്കെ തന്നെ ഭരണഘടനാ സങ്കല്പങ്ങളെ എത്ര വേഗമാണ് അട്ടിമറിച്ചിരിക്കുന്നത്. ഇത് അനുവദിക്കാൻ പാടുണ്ടോ എന്നുള്ള പ്രശ്നമാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വരുന്നത്. അസഹിഷ്ണുത, അപരമത വിരോധം, ഇതെല്ലാം തന്നെ പടർത്താൻ ആവശ്യമായ ഒരു രാഷ്ട്രീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് ബാബരി മസ്ജിദ് തർക്കപ്രശ്നമായി ആക്കിയത്. 1813 ജോൺ ലെയ്ഡൻ ബാബർനാമ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ആ ബാബർനാമ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ജോൺ ലെയ്ഡന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഓറിയന്റലിസ്റ്റ്, ഇന്തോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു പണ്ഡിതനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ജോൺ ലെയ്ഡന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ബാബർനാമയുടെ തർജ്ജിമ ചെയ്ത ആ പുസ്തകത്തിന്റെ അവതാരികയിലാണ് ജോൺ ലെയ്ഡൻ എന്ന് പറഞ്ഞത് 1528 ബാബർ ചക്രവർത്തി വന്നപ്പോ ഇവിടെ പള്ളി പണിതപ്പോ ആ പള്ളി പണിതിരിക്കുന്നത് ചിലപ്പോൾ എന്താകാം, ഒരു ക്ഷേത്രമുള്ള സ്ഥലത്തായിരിക്കാം. അദ്ദേഹത്തിന്റെ തോന്നലാണ്, അദ്ദേഹത്തിന്റെ ഊഹമാണ്. ആ തോന്നലുകളെയും ഊഹത്തെയും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദും അഭ്യേദയും കാണിച്ച അത്ഭുതകരമായ സാമ്രാജ്യത്വ വിരുദ്ധ പ്രതിരോധം കണ്ട് പരിഭ്രാന്തമായ ബ്രിട്ടീഷ് ഭരണകൂടം
ഇന്ത്യയിലെ ജനങ്ങളെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന രീതിയിൽ ഭിന്നിപ്പിക്കണം. ഹിന്ദു മുസ്ലിം മൈത്രി ബ്രിട്ടീഷ് ഭരണത്തിന്റെ നെടുംതൂണുകളെ പിടിച്ചു കുലുക്കും എന്ന് ഭയപ്പെട്ടെടുത്താണ് ബാബറി മസ്ജിദ് തർക്ക പ്രശ്നമാക്കുന്നത്. ആ തർക്ക പ്രശ്നമാക്കാനാണ് അന്നത്തെ ലക്നൗ റെസിഡന്റ് ആയിരുന്ന മിസ്റ്റർ കർണൽ ശ്രീമാൻ ഫൈസാബാദ് ഗസറ്റിയറില് ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് ബാബറി മസ്ജിദിലേക്ക് കടന്നു പോകുന്ന മുഖ്യ കവാടം രാമജന്മഭൂമിയാണ്. അവിടെ രാമപൂജയ്ക്ക് രാമചത്രബുധ അനുവദിക്കണമെന്ന രീതിയിൽ ലേഖനം എഴുതുന്നതും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അതിന് ആയിട്ടുള്ള ബാബമാരെ സന്യാസിമാരെ സംഘടിപ്പിക്കുന്നതും അവിടെ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് ഈ ചരിത്രത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയാവുന്നതേയുള്ളൂ. രാമജന്മഭൂമി RSS ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഒരു തർക്കമാണ്. ഇതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരി രാജ്യം നിലനിൽക്കാൻ. ഇപ്പോ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ സവർക്കർ ദേശീയവാദിയായിരുന്ന കാലത്ത് എഴുതിയ ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടല്ലോ. അത് മലയാളത്തിൽ ഇപ്പോ RSS അത് പ്രചരിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു RSS പബ്ലിക്കേഷനാണ് അത് പ്രസിദ്ധീകരിച്ചെങ്കിലും മലയാളത്തിൽ ചില ലൈബ്രറികളിൽ ഇപ്പോഴും നമുക്ക് ലഭിക്കും. കോഴിക്കോട് ദേശഭൂഷണി വായനശൈലി അത് ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പുസ്തകം എടുത്തു നോക്കിയാൽ മതി. ആ പുസ്തകത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഹിന്ദു മുസ്ലിം മൈത്രി, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, മുസൽമാന്മാര്, ബൗദ്ധര്, ജൈനർ എല്ലാ വിഭാഗം ആളുകളും ഒരു ശരീരം പോലെ നിന്ന് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചപ്പോൾ, സ്വാതന്ത്ര്യ സമരത്തിലെ രണാങ്കണങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടു പോയി. ആ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനായിട്ട് അയോധ്യ ഒരു വിഷയമാക്കി ബാബർ പണിത പള്ളി ഒരു ഡിസ്പ്യൂട്ട് പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം കൊളോണിയൽ ശക്തികൾ നടത്തിയത്. ആ കൊളോണിയൽ അജണ്ടയാണ് വൻകിട കോർപ്പറേറ്റുകളുമായി ചേർന്നിട്ടുള്ള ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇപ്പോൾ കളിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയണം. ബാബർ ചക്രവർത്തി ഒരു അസഹിഷ്ണുത ചരിത്രം പഠിക്കുന്ന എല്ലാ ആളുകൾക്കറിയാം. എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ബാബറുടെ അവസാനത്തെ വസിയത്ത് ഒന്ന് വായിക്കാം. ആ വസിയത്ത് ഇപ്പോൾ വളരെ പ്രസക്തമാണ്. മകനെ, ഹിന്ദുസ്ഥാൻ എന്ന ഈ രാജ്യം നാനാ മതങ്ങളുടേതാണ്. ഈ സാമ്രാജ്യം നമുക്ക് നൽകിയതിന് അല്ലാഹുവിനോട് നമുക്ക് നന്ദി പറയുക. എല്ലാ അഭിപ്രായ ഭിന്നതകളും ഹൃദയത്തിൽ നിന്നും മായ്ച്ചു കളയുക. ഓരോ സമുദായത്തോടും അതിന്റെ ആചാര്യ മര്യാദകൾക്കനുസരിച്ച് നീതി പുലർത്തുക. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്നതിനും ഭരണത്തിനും ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഗോവധം തടയുക. നമ്മുടെ സാമ്രാജ്യ പരിധിയിൽ ഒരു ആരാധനാലയവും ഒരു ക്ഷേത്രവും നശിപ്പിച്ചുകൂടാ. രാജാവിന്റെ നടപടികളിൽ പ്രജകളും പ്രജകളുടെ നടപടികളിൽ രാജാവും സന്തുഷ്ടരാവുന്ന വിധത്തിൽ വേണം ഭരണം നടത്താൻ. അതിനുള്ള മാർഗം ആവിഷ്കരിക്കണം. കുലീനമായ നടപടികളിൽ വേണം ഇസ്ലാം മതത്തെ പ്രോത്സാഹിപ്പിക്കാൻ, അല്ലാതെ ഭയപ്പെടുത്തിയിട്ടുള്ള രീതിയാവരുത്. ഷിയ സുന്നി തർക്കങ്ങൾ ഇസ്ലാം മതത്തിന്റെ ദൗർബല്യമാണ്, അത് മറന്നേക്കുക. വിവിധ ആചാര രീതികൾ പിന്തുടരുന്ന പ്രജകളെ ഒരുമിച്ച് നിർത്തുക. ഈ രാജ്യഗാത്രത്തിലെ ഒരവയവവും രോഗബാധിതമാകാതെ കാത്തുകൊള്ളുക. ഇതാണ് ബാബർ ചക്രവർത്തിയുടെ വസിയത്ത്. തന്റെ അനന്തരഗാമിക്ക് ബാബർ നൽകിയ സന്ദേശമാണിത്. ഈ സന്ദേശം ഇന്ത്യയുടെ പാരമ്പര്യത്തെ, ബഹുസ്വരതയെ, വ്യത്യസ്ത ആചാര വിശ്വാസങ്ങളുടെ ജനസമൂഹങ്ങളെ, ഈ രാജ്യഗാത്രത്തെ അതിനൊരു കേടും കൂടാതെ സൂക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള വളരെ ഉത്കണ്ഠ നിറഞ്ഞ ഒരു ഭരണാധികാരിയുടെ പിന്മുറക്കാരനുള്ള ഉപദേശമാണ് ഈ സന്ദേശം. ആ ബാബർ വിദേശാക്രമിയാണെന്നും ഭീകരനാണ് എന്നൊക്കെ വരുത്തിക്കൊണ്ട് ചരിത്രത്തെ തെറ്റായി അവതരിപ്പിച്ചുകൊണ്ട് ആണ് ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ കൊളോണിയൽ താല്പര്യങ്ങളിൽ നിന്നുകൊണ്ട് ബാബറി മസ്ജിദ് തർക്കഭൂമിയാക്കി മാറ്റിയത്. ആ തർക്കഭൂമിയിൽ ഇപ്പോൾ എല്ലാ നിയമങ്ങളെയും രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ മതനിരപേക്ഷ തത്വങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങിയിട്ടുള്ളൂ, പൂർത്തീകരിച്ചിട്ടില്ല. അത് സംബന്ധമായ ഈ വിഗ്രഹ പ്രതിഷ്ഠയൊക്കെ സംബന്ധിച്ച, അതേപോലെ തന്നെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പൂജാവിധികളെ സംബന്ധിച്ച്, യാഗവിധികളെ സംബന്ധിച്ച് ഒക്കെ തന്നെ തർക്കങ്ങൾ ശങ്കരാചാര്യന്മാർ വരെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ തിടുക്കപ്പെട്ട് 2024 തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭൂരിപക്ഷ ഹിന്ദു ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മോഡി സർക്കാർ ഇത് ചെയ്യുന്നത് എന്ന കാര്യം ഈ രാജ്യത്തെ ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും തിരിച്ചറിയേണ്ടതുണ്ട്.